നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സമയം പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്സ് ആണ് കിട്ടാനായിട്ട് പോകുന്നത്, അതേപോലെ തന്നെ ഈ ഒരു സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ്, യൂണിവേഴ്സിൽ നിന്നും ഈ ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന ഗൈഡൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്, ദ ഹൈ പ്രീസ്റ്റസ്, വീൽ ഓഫ് ഫോർച്യൂൺ, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് വാൺസ്, മൂണിൻ്റെ എനർജി വന്നിട്ടുണ്ട്, 7 ഓഫ് സോഡ്സ്, ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് വാൺസ്, ഹാങ്ഡ് മാൻ, സിക്സ് ഓഫ് കപ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം വളരെ ക്ഷമയോടെയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് എന്തെങ്കിലും കാര്യത്തിൽ നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ട് അതിൻ്റെ ഒരു ഫലം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരുടെയും മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെയോ ആശയങ്ങളും പദ്ധതികളും ചിന്തയും ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ചെറിയ രീതിയിൽ എന്തെങ്കിലും പുതിയ ബിസിനസ്സോ ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാന മാർഗമൊക്കെ തുടങ്ങണമെന്ന് ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനുള്ള ഒരു സമയവും സാഹചര്യവുമൊക്കെ ഒത്തുവരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഇവിടെ നല്ലൊരു തുടക്കത്തിന് വേണ്ടി പലരും തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ മൂൺ കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ചില സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. അതായത് നിങ്ങളിൽ ചില ആളുകൾ ഇപ്പോൾ ഒരു ചതി നേരിടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ വഞ്ചിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ പലർക്കും ഉണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ വളരെ സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടെയും നിൽക്കുന്നതായിട്ട് അഭിനയിച്ചുകൊണ്ട് നിങ്ങളുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്നും അവർ സ്വാർത്ഥ ലാഭങ്ങൾക്കായിട്ട് നിങ്ങളെ രഹസ്യമായിട്ട് ചതിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ്. എന്നാൽ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഒളിച്ചു വച്ചിരിക്കുന്ന എല്ലാ കള്ളത്തരങ്ങളും ചതിയും വഞ്ചനയും വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അവർ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യാജമായ മുഖംമൂടി പ്രപഞ്ചം തന്നെ അഴിച്ചു മാറ്റുന്ന സാഹചര്യങ്ങൾ ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്. ഇവിടെ സത്യങ്ങൾ വെളിച്ചത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മാനസികമായിട്ട് വലിയ വിഷമം തോന്നാം. എങ്കിലും നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ ശത്രു ആരാണെന്ന് തിരിച്ചറിയാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. ഇവിടെ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങളെ വഞ്ചിച്ചവരോടും ചതിച്ചവരോടുമൊന്നും പ്രതികാരം ചെയ്യാനോ അനാവശ്യമായ വാക്ക് തർക്കത്തിനോ പോയി നിങ്ങളുടെ സമയവും ഊർജവും കളയരുത് എന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അവർക്കുള്ള ശിക്ഷ കർമ്മഫലമായിട്ട് പ്രപഞ്ചം തന്നെ അവർക്ക് നൽകിക്കോളും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വളർച്ചയിലും ലക്ഷ്യങ്ങളിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. അതായത് എന്ത് കാര്യത്തിനും മറ്റുള്ളവരുടെ ഉപദേശമോ അല്ലെങ്കിൽ അവരുടെ വാക്കുകളോ ഒക്കെ
കേൾക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അതിനെ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദത്തെ കേൾക്കുക, വിശ്വസിക്കുക. അത് നിങ്ങൾക്ക് ശരിയായിട്ട് വരും എന്നുള്ളതാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ തുടർന്ന് പോന്ന കഷ്ടപ്പാടുകളുടെയും തടസ്സങ്ങളുടെയും ഒക്കെ ഒരു വലിയ ഘട്ടം അവസാനിക്കാൻ പോകുന്നു എന്നും ഭാഗ്യമിനി നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് പ്രവർത്തിക്കാനായിട്ട് പോകുന്നത് എന്നും കാണുന്നുണ്ട്. ഇവിടെ ചില അദൃശ്യമായ ശക്തികൾ നിങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ശക്തികൾ നിങ്ങളെ വലിയൊരു നല്ല മാറ്റത്തിലേക്ക് തന്നെ എത്തിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്ക് ചുറ്റിലും പല വിധത്തിലുള്ള തർക്കങ്ങളും മത്സരങ്ങളും അസൂയയുമൊക്കെ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളെയും തടസ്സപ്പെടുത്താനോ നിങ്ങളുടെ സമാധാനം കളയാനോ ഒക്കെ പല ആളുകളും അനാവശ്യമായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത്തരം തർക്കങ്ങളും മത്സരങ്ങളുമൊക്കെ നിങ്ങളിൽ വലിയ രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടാവാം. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് അതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന്. അതേപോലെ തന്നെ ഇവിടെ ഡെത്ത് കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ വേദനാജനകമായ ഒരു പഴയ അധ്യായം പൂർണ്ണമായിട്ടും അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളെ വഞ്ചിക്കാൻ ചതിക്കാനൊക്കെ ശ്രമിക്കുന്ന ആ ഒരു വ്യക്തിയുടെ കള്ളത്തരങ്ങൾ പുറത്തു വന്ന് കഴിയുമ്പോൾ അവരുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളെ തളർത്തുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ അവസാനമാവാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ അവസാനിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ മനോഹരമായിട്ടുള്ള ഒരു പുതിയ ജീവിതം, ഒരു പുതിയ അന്തരീക്ഷം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ പഴയ ചില കാര്യങ്ങൾ അവസാനിച്ച് അവിടെ പുതിയൊരു തുടക്കം നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളെ തേടി വരുന്ന ഒരു അനുഗ്രഹമെന്ന് പറയുന്നത് വലിയൊരു പോസിറ്റീവ് ഊർജ്ജവും പുതിയ തുടക്കങ്ങൾക്കുള്ള അവസരങ്ങളുമാണ്. അതായത് നിങ്ങളുടെ മനസ്സിലേക്ക് പുതിയ ആശയങ്ങളും വളരെയധികം ആവേശവുമൊക്കെ കടന്നു വരുന്നുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞു കിടന്നിരുന്ന വാതിലുകളൊക്കെ തുറക്കപ്പെടുന്നതാണ്. കൂടാതെ ഇവിടെ ഹാങ്ഡ് മാൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് ചില സമയങ്ങളിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല, ഒരു നിശ്ചലാവസ്ഥയിൽ നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ അവിടെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതെ അവിടെ കാര്യങ്ങളെ മറ്റൊരു കോണിലൂടെ കാണുക. അതായത് നിങ്ങളുടെ നിലവിലുള്ള കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരുത്തുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പുതിയ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും എന്നുള്ളതാണ്. ഇവിടെ സാമ്പത്തികമായിട്ട് വലിയൊരു പുരോഗതി, ഒരു പുതിയ തുടക്കം നിങ്ങളെ തേടി വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ കുട്ടിക്കാലത്തെ നല്ല ഓർമ്മകളിലേക്കും സന്തോഷങ്ങളിലേക്കുമൊക്കെ നിങ്ങളുടെ മനസ്സ് പോകുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ പഴയ നല്ല സുഹൃത്തുക്കളെയോ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച ആളുകളെയോ ഒക്കെ വീണ്ടും കണ്ടുമുട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ മനസ്സിന് അതിലൂടെ വലിയൊരു സന്തോഷവും സമാധാനവും ആശ്വാസവുമൊക്കെ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.